ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെല്ലുലു ഫൻസാൻ. അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ഒരു പെൻ ഹോൾഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഉണ്ടാക്കിയത് ഞാനൊരു പേസ്റ്റിൻ്റെ ബോക്സിൽ നിന്നാണ്, അതായത് ടൂത്ത് പേസ്റ്റ് ബോക്സിൽ നിന്നാണ്. സോ ഇനി മുതൽ ടൂത്ത് പേസ്റ്റ് ബോക്സൊക്കെ കൈ കിട്ടുകയാണെങ്കിൽ വെറുതെ എറിഞ്ഞ് കളയോ ചെയ്യാൻ നിൽക്കരുത്. എടുത്ത് വെച്ചോ ഇങ്ങനത്തെ ഓരോരോ ക്രാഫ്റ്റുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ രണ്ട് എൻഡും ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ കിട്ടിയിട്ടില്ല എങ്കിൽ കുറച്ച് ലെങ്ത്തുള്ള ഒരു എന്തെങ്കിലും കാർഡ്ബോർഡ് ബോക്സ്, അതായത് നിങ്ങളിപ്പോൾ മേടിക്കുന്ന നമ്മുടെ സൺസ്ക്രീനോ അങ്ങനത്തെ എന്തിൻ്റെയും ഒരു കവർ ഉണ്ടാവും, കളയരുത്. അതെടുത്ത് വെച്ചോ, നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാം. ഈ എൻഡ്സൊക്കെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് എന്താണെന്നറിയുമോ, നമ്മുടെ ബോട്ടം സൈഡിലേക്ക് വരുന്നൊരു പോർഷനാണിത്. അപ്പോൾ അതൊന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് രണ്ടും ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിൻ്റെ 3 സൈഡ്സ് നമ്മൾ കട്ട് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഓക്കെ, 3 സൈഡ്സ് കട്ട് ചെയ്തെടുക്കുക. എനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കത്തി അങ്ങനത്തെ സാധനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്തത്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് സാധനം മനസ്സിലായാലും ഏതായാലും. അതിന് ശേഷം അതിൻ്റെ കണ്ടില്ല അങ്ങ് ഇരിക്കാത്തത് കൊണ്ട് ഞാൻ അവിടെ രണ്ടും കൂടെ കൂട്ടി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തു. നിങ്ങളുടെ കയ്യിൽ വേറെ എന്താണോ ഉള്ളത്, പശയാണെങ്കിൽ പശ തേച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഒട്ടിക്കില്ല. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുക. അങ്ങനെ എന്ത് വേണം യൂസ് ചെയ്യുക. എല്ലാവർക്കും അവൈലബിൾ സെല്ലോ ടേപ്പ് ആയതുകൊണ്ട് ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു. അപ്പം കണ്ടോ അതിരിക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനൊരു പേപ്പർ എടുത്തിട്ട് ഞാനത് മീൻസ് കവർ ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പേപ്പർ വേണം എടുത്തോ. എൻ്റെ കയ്യിലൊരു നോട്ട്ബുക്കിൻ്റെ കവറാണ് ഉണ്ടായിരുന്നു. മീൻസ് കവറല്ല, നോട്ട്ബുക്കിനുള്ളിലൊരു പേപ്പർ ഞാൻ കീറി എടുത്താൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ തിരിയും. ഒരു പേപ്പർ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇടയ്ക്കുന്ന ഇങ്ങനെ മുറിച്ചെടുത്തതാണ്. അതങ്ങനെ എടുത്തൊട്ടിച്ചു. കാരണം അതിന് ഭംഗിയുള്ളത് കൊണ്ടൊരു നീല കളറായിരുന്നു അതിൻ്റെ റൂളിങ്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനതങ്ങനെ എടുത്ത് അപ്പോൾ ഇത് ഭയങ്കര നീളമായതുകൊണ്ട് ഞാനങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അറഞ്ചും പുറഞ്ഞും കട്ട് ചെയ്യണം. ആ കട്ട് ചെയ്യൽ നിങ്ങൾക്ക് ഓക്കെ അതിൻ്റെ എൻസ് നോക്കിയാൽ കഴിഞ്ഞാൽ തിരിയും. അപ്പോൾ പിന്നെ ഇത് അകത്തോട്ട് പോകുന്ന ഭാഗമായതുകൊണ്ട് വലിയ ഭംഗിക്കൊന്നും ആക്കണമെന്ന് എനിക്കില്ല. പിന്നെ സപ്പോസ് നിങ്ങൾക്കിത് കുറച്ചുകൂടെ ഭംഗിക്ക് കട്ട് ചെയ്ത് ഉണ്ടാക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഉണ്ടാക്കാം. വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. പിന്നെ എനിക്ക് ക്ഷമ കുറച്ച് കുറവായതുകൊണ്ടും മടി കുറച്ച് കൂടുതലായതുകൊണ്ടും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഓരോ പോർഷനും അകത്തോട്ട് മടക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് ഞാൻ കട്ട് ചെയ്തെടുത്ത് അകത്തോട്ട് മടക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ജസ്റ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഒട്ടിച്ചു. കാരണം ഇത് കണ്ടു പൊന്തി ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കാണാട്ടാ, അതങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പെൻ ഹോൾഡർ അത്ര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. സോ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ, ഞാൻ വാഷിംഗ് ടേപ്പ് എടുത്ത് ഒട്ടിച്ചു. എൻ്റെ കയ്യിൽ ബ്ലൂ കളർ വാഷിംഗ് ടേപ്പ് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മിന്നാമിന്നി ഫ്ലൂറസെൻറ്റ് യെല്ലോ കളർ വാഷിംഗ് ടേപ്പ് യൂസ് ചെയ്തത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ മിന്നാമിന്നി കളർ നീര് പറയും, അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ എൻസൊക്കെ ഒന്ന് സെറ്റാക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയല്ല, നിങ്ങൾക്ക് വേറെ രീതിയിലാണ് ഇത് ഡെക്കറേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് അടിപൊളിയാക്കി എടുക്കാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എനിക്കിത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. പിന്നെ കവായി സ്റ്റിക്കേഴ്സോ അങ്ങനത്തെ എന്ത് വേണേൽ ഒട്ടിച്ച് നിങ്ങൾക്ക് സെറ്റാക്കാം. അതൊക്കെ അടിപൊളിയുള്ള സാധനമാണ്. പിന്നെ എനിക്ക് കവായി സ്റ്റിക്കേഴ്സൊന്നും ഒട്ടിച്ചത്ര അടിപൊളിയാക്കാനായിട്ട് തോന്നാഞ്ഞത് കൊണ്ടാണ് ഞാനിത് എല്ലാവർക്കും കവായി സ്റ്റിക്കേഴ്സ് കയ്യിലുണ്ടാവണമെന്നില്ല. അപ്പം എല്ലാവർക്കും കിട്ടുന്ന വാഷിംഗ് ടേപ്സും അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ കൈകൊണ്ട് വരച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കുന്ന ആൾക്കാർ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാനിത് പിന്നെയും അകത്തോട്ടിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നു. അങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മുടെ വാഷിംഗ് ടേപ്പൊക്കെ സെറ്റാക്കി. അപ്പോൾ അടിപൊളിയായില്ലേ. ഇനി അതിൻ്റെ ചെറിയൊരു ഭാഗം കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഇനി അതിനകത്തും എനിക്ക് പോരായ്മ തോന്നിയിട്ട് ഞാൻ കുറേ ഹാർട്ട്സ് വരച്ചു ബ്ലൂ കളർ കൊണ്ട്. പക്ഷേ എന്തോ വീഡിയോയിൽ വരയ്ക്കുന്നതുകൊണ്ടാണോ എന്തോന്നറിയില്ല, എൻ്റെ കയ്യിൽ ആ വര അത്ര ശരിയായി വന്നില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, റൂമിൽ വെക്കാനുള്ളതല്ലേ. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്ത വീഡിയോയ്ക്കകത്ത് എടുത്ത ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് എക്സ്ട്രാ ഉണ്ടായിരുന്നു, അത് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം ഞാൻ പെന്നൊക്കെ വെച്ച് സെറ്റാക്കി. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? സിമ്പിളാണ്, ഭയങ്കര എളുപ്പമാണ്. വീട്ടിലുള്ള സാധനം വെച്ചാൽ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.